കണ്ണൂർ വളപട്ടണത്തെ വൻ കവർച്ചയുടെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അയൽവാസി ലിജീഷിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പണവും സ്വർണ്ണാഭരണങ്ങളും പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. CCTV ദൃശ്യങ്ങളിലെ സൂചന കേസിൽ നിർണായകമായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സജോ ദേവസ്യ കണ്ണൂരിൽ 40 നിമിഷങ്ങൾക്ക് ചേരും. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും ചേരുന്നു. ഈ മോഷ്ടാവ് ഉള്ളിൽ കടന്ന് നടത്തുന്ന പരിശോധനയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. സജോ, എന്തൊക്കെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്? SKN ഈ മോഷണം നടന്ന കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് വളപട്ടണം മന്നയിലെ അരി വ്യാപാരി KP അഷ്റഫിൻ്റെ വീട്ടിൽ കടന്ന് ഈ മോഷ്ടാവ് ഈ 1 കോടി രൂപയും 300 പവനും കവർന്നത്. അതിൽ ശ്രദ്ധേയമായ കുറേ വിവരങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ ദൃശ്യങ്ങൾ കേസിൽ വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ രൂപം, അയാളുടെ മുഖം അവ്യക്തമാണ്. പക്ഷേ 2 സൂചനകളാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭ്യമായത്. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ രൂപസാദൃശ്യം, അതായത് ഇദ്ദേഹത്തെ ഈ രൂപസാദൃശ്യമുള്ള ആൾ എന്ന നിലയ്ക്ക് ആ ദൃശ്യങ്ങൾ കണ്ട നാട്ടുകാരുടെ മൊഴി ഈ കേസിൽ നിർണായകമായി. മറ്റൊന്ന്, ധരിച്ചിരുന്ന ടീഷർട്ട് അദ്ദേഹം സ്ഥിരമായി ഈ പ്രതി ധരിച്ച് മുൻപ് കണ്ടിട്ടുള്ള ആളുകളുണ്ട്. അവർ നൽകിയ മൊഴിയും ഇദ്ദേഹം തന്നെയാണ് ഈ കൃത്യം നിർവഹിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മോഷണം നടത്തിയത് ഇയാൾ തന്നെ ആയിരിക്കാമെന്ന സൂചനയിലേക്ക് വിരൽ ചൂണ്ടിയത്. അതായത് ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് ഈ ദൃശ്യങ്ങൾ തന്നെ തുടർച്ചയായി പരിശോധിച്ചു. അത് നാട്ടുകാരായ ആളുകളെ പലരെയും കാണിച്ചു. അങ്ങനെ സാക്ഷിമൊഴികൾ ഈ കേസിൽ വളരെ നിർണായകമായി. അതായത് ഈ ടീഷർട്ടിൻ്റെ ഏറെക്കുറെ ആ ടീഷർട്ട് വ്യക്തമാകുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു നിർണായക വഴിത്തിരിവായി ഈ കേസിൽ മാറി. മറ്റൊന്ന്, ഈ രൂപസാദൃശ്യം. ഇത് വെച്ചാണ്, അതായത് തൊട്ടടുത്ത് തന്നെയാണ്, അതായത് വീടിനോട് ചേർന്ന് ഒരു മതിലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പ്രതിയുടെ വീട്. അങ്ങനെ ഈ വീട്ടുകാരനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ഇദ്ദേഹം ഇത്രയും ദിവസത്തേക്ക്, അതായത് 19-ാം തീയതി പോയിട്ട് 24-ാം തീയതി മാത്രമേ മടങ്ങി വരികയുള്ളൂ, കുടുംബം ഒന്നടങ്കം അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. ഇദ്ദേഹം വെൽഡിംഗ് തൊഴിലാളിയാണ്. അങ്ങനെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് അകത്ത് ഒറ്റയ്ക്ക് തന്നെ കടന്നു, ജനൽ തകർത്തു. പിന്നീട് അകത്ത് കയറി ബെഡ്റൂമിലെ ലോക്കർ തകർത്ത് ഇവ മോഷ്ടിച്ചു. ഈ റിക്കവർ ചെയ്ത പണത്തിൽ യഥാർത്ഥത്തിൽ പരാതിയിൽ 1 കോടിയായിരുന്നു ഉണ്ടായിരുന്നത്. 1.21 കോടി രൂപ പണമായി തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ആഭരണങ്ങളും പിടികൂടിയിട്ടുണ്ട്. ഇത് ഇയാൾ വെൽഡിംഗ് തൊഴിലാളിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ തൊഴിൽ വൈദഗ്ധ്യം ഉപയോഗിച്ചതിന് വീട്ടിലെ കട്ടിലിനടിയിൽ ഒരു പ്രത്യേക അറ, ഒരു ലോക്കർ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക അറയുണ്ടാക്കി. ആ അറയിൽ ഈ മോഷണം മുതൽ മുഴുവൻ സൂക്ഷിച്ചിരുന്നു എന്നതാണ്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇയാൾ ആണ് എന്ന് സംശയിക്കുകയും ഇയാളുടെ ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും അത് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഇയാളെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു. പിന്നീട് തൊണ്ടിമുതലുകൾ, അതായത് മോഷണം മുതൽ 1 കോടി രൂപയും യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് എണ്ണി നോക്കിയപ്പോൾ 1.21 കോടിയുണ്ട്. എത്ര തുകയുണ്ടായിരുന്ന കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ വീട്ടുടമ നേരത്തെ പോലീസിന് നൽകിയ മൊഴി. 1 കോടി രൂപയോളം എന്നതായിരുന്നു പരാതി. പക്ഷേ 1.21 കോടി രൂപയാണ്. ഒപ്പം 300 പവൻ സ്വർണ്ണാഭരണങ്ങളുമാണ് ഇവ ഈ കട്ടിലിനടിയിൽ പ്രത്യേകമായി തയ്യാറാക്കിയ അറയിൽ സൂക്ഷിച്ചിരുന്നത്. അതായത് ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല. കട്ടിലിനടിയിൽ തിരഞ്ഞാലും കാണില്ല. കട്ടിലിൻ്റെ ഭാഗത്തോട്, പ്ലാറ്റ്ഫോം ഭാഗത്തോട് ചേർത്ത് അടിഭാഗത്ത് ഇങ്ങനെ ഒരു അറ നിർമ്മിച്ച് ആ അറയ്ക്കുള്ളിലാണ് ഇവ സൂക്ഷിച്ചിരുന്നത് എന്നതാണ്. തൊട്ടു ചേർന്ന, അതായത് ഒരു മതിൽ എന്നത് മോഷ്ടാവിൻ്റെ വീടിനോട് ചേർന്ന മതിലാണ് എന്നത് കാണണം. അതുവഴി ആണ് അർദ്ധരാത്രിയിൽ അകത്തേക്ക് കയറിയത്. 2 ദിവസത്തെ CCTV ദൃശ്യങ്ങളിലും പ്രതിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആദ്യം ഈ മോഷണം നടത്തി പോയതിനു ശേഷം അത് വീട്ടിൽ ഈ മോഷണം മുതൽ സൂക്ഷിച്ചു. അതിനുശേഷം അവിടെ കൊണ്ടുപോയ ആയുധങ്ങളിൽ ഒരു ഉളി അവിടെ വീണുപോയിരുന്നു. അത് എടുക്കാനാണ് പിറ്റേ ദിവസം വീണ്ടും പ്രതി അവിടെ വന്നത്. അതായത് കൃത്യമായ ഈ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും അവരുടെ യാത്രാ വിവരങ്ങളും കൃത്യമായി അറിയാവുന്ന ആളാണ് എന്ന ബോധ്യം പോലീസിന് ലഭ്യമായത് ഈ CCTV ദൃശ്യങ്ങളിലെ സൂചനകളാണ്. അതായത് 20-ാം തീയതി മോഷണം നടന്നു, 21-ാം തീയതിയും പ്രതി അവിടെ വന്നിട്ടുണ്ട് എന്നത് വ്യക്തമായി. അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി ഈ കേസിൽ മാറിയതും എന്നതുകൂടി എടുത്തു പറയണം. മറ്റൊന്ന്, ഉളിയിൽ നിന്ന് ലഭിച്ച വിരലടയാളം കൂടി മാച്ചായതോടുകൂടി കൂടുതൽ തെളിവുകൾ കൂടി
കൂടി വ്യക്തമായി. ഒപ്പം ഇയാൾ കുറ്റസമ്മതം നടത്തി വീട്ടിൽ നിന്ന് തന്നെ മോഷണം മുതൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നാണ്. അതായത് ഈ അന്വേഷണമൊക്കെ നടക്കുന്ന വേളയിലും പ്രതി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ അന്വേഷണം നടക്കുന്ന വേളയിൽ ആളുകളും മറ്റു വിവരങ്ങൾ അന്വേഷിക്കാനെത്തുമ്പോൾ അവരോടൊക്കെ ഈ പ്രതി സംസാരിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു മോഷണ കേസിൽ കൂടി ഇയാളുടെ സാന്നിധ്യം സംശയിക്കുന്നുണ്ട്, ഇയാളുടെ ഇടപെടൽ സംശയിക്കുന്നുണ്ട്. പോലീസ് അക്കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഒരു വർഷത്തിന് മുൻപ് പാപ്പിനിശ്ശേരി കീച്ചേരി എന്ന സ്ഥലത്ത് വീട്ടിൽ ഒരു കവർച്ച നടന്നിരുന്നു. അതിലും ഈ പ്രതിക്ക് പങ്കുണ്ടാകാം എന്ന തരത്തിൽ ഒരു വിലയിരുത്തൽ ഇപ്പോഴുണ്ട്. അത് വിരലടയാളം കൂടി മാച്ചായാൽ ആ കേസിൽ കൂടി പ്രതിയാകും. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വളപട്ടണം സ്റ്റേഷനിലാണ്. ഇവിടെ പ്രതി ഇവിടെ തന്നെയുണ്ട്. ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചതിന് ശേഷം മെഡിക്കൽ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകും. അതിനുശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. മുഴുവൻ മോഷണം മുതലും റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഈ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തിൻ്റെ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ കുറ്റാന്വേഷണ ചരിത്രമാകെ പരിശോധിക്കുകയാണെങ്കിൽ സമീപകാലത്ത് ഇത്രയും ഉയർന്ന അളവിൽ ഒരു മോഷണം നടന്നത് സമീപകാലത്ത് ആദ്യമായാണ്. കാരണം 1 കോടിയിലധികം രൂപയും 300 പവൻ സ്വർണ്ണാഭരണങ്ങളുമാണ്. അവയൊക്കെ കൃത്യമായി ഈ കാര്യങ്ങൾ പഠിച്ച് മുൻകൂട്ടി ആസൂത്രണം ചെയ്തു. അറ വരെ നേരത്തെ നിർമ്മിച്ചിരുന്നു. ഒരവസരം വരുമ്പോൾ മോഷണം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി അവ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ മറ്റുള്ള ആളുകളുടെ സഹായം ലഭ്യമായിട്ടില്ലെന്നാണ് പോലീസ് വിലയിരുത്തൽ. പക്ഷേ അങ്ങനെ ആരുടെയെങ്കിലും സഹായം മറ്റാരെങ്കിലും നൽകിയിട്ടുണ്ടോ, ആർക്കെങ്കിലും അറിവുണ്ടായിരുന്നോ എന്ന കാര്യവും പരിശോധിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം 20-ാം തീയതിയാണ് മോഷണം നടന്നത്. ഇപ്പോൾ 24-ാം തീയതി മാത്രം കുടുംബാംഗങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് ഇത് തിരിച്ചറിയുന്നത്. ആ ദിവസങ്ങളിലെല്ലാം ഇത് അവിടെ തന്നെ സൂക്ഷിച്ചു. ഇയാൾ മറ്റെങ്ങോട്ടേക്കും ഒളിവിൽ പോയില്ല. പിന്നീട് ഈ ടീഷർട്ട് വീണ്ടും ഇട്ട് ഏതെങ്കിലും നിലയ്ക്ക് തിരിച്ചറിയപ്പെട്ടാലോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ടീഷർട്ട് ഇയാൾ മോഷണം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ കത്തിച്ചു കളഞ്ഞു എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ അവശിഷ്ടങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞു. ഗ്ലൗസ് ഇട്ടാണ് പോയത്. ഗ്ലൗസും ടീഷർട്ടും വീടിന് പുറകിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയുകയായിരുന്നു. അങ്ങനെ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു. വിരലടയാളം ലഭ്യമാകില്ല എന്ന വിലയിരുത്തലായിരുന്നു. അവിടെ വെച്ചിട്ട് മറന്നുപോയ ഉളിയെടുക്കാനാണ് 2-ാം ദിവസവും. അത് ഈ കേസിൽ വളരെ അപൂർവമാണ്. അതായത് സാധാരണഗതിയിൽ ഒരു മോഷണ സ്ഥലത്ത് വീണ്ടും ആ മോഷ്ടാവ് എത്തുക എന്നത് അപൂർവമാണ്. പിറ്റേ ദിവസം എത്തുക എന്നത് അത് ഈ കേസിൽ സംഭവിച്ചു. അതും നിർണായകമായി. അവിടെ മറന്നുവെച്ച ആയുധങ്ങളിൽ ഒന്ന് തിരികെ എടുക്കാനാണ് ഇയാൾ മതിൽ ചാടിക്കടന്ന് വീണ്ടും അവിടെ എത്തിയത്. അതും ഈ നാട്ടുകാരിൽ ആരെങ്കിലും തന്നെയാകും, ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാകും എന്ന സൂചനകളിലേക്ക് പോലീസിനെ എത്തിച്ചു. മറ്റൊന്ന് ഈ ഫോൺ രേഖകളുമെല്ലാം പരിശോധിച്ചു. അതിൽ നിന്നും കാര്യങ്ങൾ പോലീസിന് വ്യക്തമാവുകയും ചെയ്തു. അതായത് ഈ കേസ് വളരെ അപൂർവ സ്വഭാവമുള്ള ഒരു കേസായി തന്നെ മാറുകയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ തന്നെ 24-ാം തീയതി തിരിച്ചറിഞ്ഞു. വളരെ വേഗത്തിൽ തന്നെ പ്രതിയിലേക്ക് എത്താനും സാധിച്ചു. അതിൽ ഏറ്റവും നിർണായകമായത് നമ്മൾ പുറത്തുവിട്ട ഈ CCTV ദൃശ്യങ്ങളാണ്. നേരത്തെ പോലീസ് ഇതിൻ്റെ ഒരു വിവരങ്ങൾ കുറച്ചുകൂടി സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ആ ദൃശ്യങ്ങൾ സാക്ഷികളെ മാത്രമായിരുന്നു. അതായത് അവർക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് കരുതിയ ആളുകളെ മാത്രമാണ് കാണിച്ചിരുന്നത്. അങ്ങനെ ഒരു അപൂർവതകൾ ഏറെയുള്ള ഒരു കേസിലാണ് ഒടുവിൽ ചുരുളഴിയുന്നത്.